നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. തൊടുപുഴയെ ഞെട്ടിച്ച് വ്യവസായിയുടെ കൊലപാതകം. ബിജു ജോസഫിനെ കൊന്ന മാലിന്യക്കുഴിയിൽ തള്ളി. ബിസിനസ് പങ്കാളി ജോമോൻ നൽകിയ കൊട്ടേഷൻ എന്ന് പോലീസ്. ജോമോനും കൊലയാളികളും പിടിയിൽ. കോഴിക്കോട് ഷിബില കൊല്ലപ്പെട്ട കേസിൽ SIക്ക് സസ്പെൻഷൻ. നടപടി കുടുംബത്തിന്റെ പരാതി ഗൗരവത്തിലെടുക്കാത്തതിനാൽ. കൊച്ചിയിൽ യുവാവിനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച അക്രമി സംഘവും കാറും കസ്റ്റഡിയിൽ. ആശാസമരത്തിന്റെ രൂപം മാറുന്നു. തിങ്കളാഴ്ച കൂട്ടോപവാസം. കൂടുതൽ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്. പിന്തുണയുമായി പ്രതിപക്ഷ നേതാക്കൾ സമരപ്പന്തലിൽ. അനുമതി ലഭിച്ചാൽ JP നഡ്ഡയെ കാണുമെന്ന് ആരോഗ്യമന്ത്രി. ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും ശിശുമരണം. ജീവൻ നഷ്ടമായത് 5.5 മാസം പ്രായമുള്ള കുഞ്ഞിന്. മരണം പാൽ തൊണ്ടയിൽ കുടുങ്ങിയെന്ന് സംശയം. 1 മാസത്തിനിടെ പൊലിഞ്ഞത് 2ാമത്തെ ജീവൻ. മണ്ഡല പുനർനിർണയത്തിനെതിരെ കൈകോർത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. ഫെഡറലിസത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് MK സ്റ്റാലിൻ. തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളെന്ന് പിണറായി വിജയൻ. തമിഴ്നാട് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത് 14 പാർട്ടികൾ. IPL ആരവത്തിലേക്ക് ക്രിക്കറ്റ് ലോകം. കപ്പിനായി അങ്കത്തട്ടിൽ 10 ടീമുകൾ. ആദ്യ പോരാട്ടത്തിന് കൊൽക്കത്തയും ബംഗളൂരുവും. മത്സരം അല്പസമയത്തിനകം ഈഡൻ ഗാർഡനിൽ. ലൈവ് അറ്റ് 6 ആദ്യം പോകുന്ന തൊടുപുഴയിലേക്കാണ്. അവിടെ കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം പുറത്തെടുത്തു. മാലിന്യക്കുഴിയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം. സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിന് കാരണമെന്നും കൊട്ടേഷനാണെന്ന് സുഹൃത്ത് ജോമോൻ കുറ്റസമ്മതം നടത്തിയെന്നും ഇടുക്കി SP വിഷ്ണു പ്രദീപ് വ്യക്തമാക്കി. സംഭവത്തിൽ ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മറ്റ് 2 പേർ കസ്റ്റഡിയിലുണ്ട്. PA സാഗർ വിവരങ്ങളുമായി ചേരുന്നു. സാഗർ, ഈ കൊലപാതകത്തിന്റെ ചുരുൾ പൂർണ്ണമായും അഴിഞ്ഞോ? തീർച്ചയായും എടുത്തു. കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴയിൽ നിന്ന് തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കാണാതായത്. ഇയാളെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബിജുവിന്റെ സുഹൃത്തു കൂടിയായ ജോമോൻ ബിജുവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് തെളിഞ്ഞത്. ബിജുവിനെ ഇന്ന് രാവിലെയാണ് ബിജുവിന്റെ മൃതദേഹം ജോമോന്റെ കലയന്താനിയിലുള്ള മാലിന്യക്കുഴിയിൽ കണ്ടെത്തിയത്. ഇവിടെ ഇയാൾക്ക് ഗോഡൌൺ ഉണ്ട്. ഇവിടെ കാറ്ററിംഗ് പരിപാടി മറ്റും നടത്തുന്നവരാണ് ഈ ബിജുവും ജോമോനും. ഇവർ തമ്മിലുള്ള സാമ്പത്തികമായ ഇടപാടുകളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇടുക്കി SP വിഷ്ണു പ്രദീപ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ബിജുവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. 3 പേരാണ് ഇവർ കൊലപാതകത്തിൽ പങ്കെടുത്തതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൊട്ടേഷൻ നൽകുകയായിരുന്നു ജോമോൻ. അതായത് ഈ ബിജുവിന്റെ സുഹൃത്തായ ജോമോനാണ് ഇവരുടെ ബിസിനസ് പങ്കാളി. ഇയാളാണ് എറണാകുളത്തുള്ള ഒരു കൊട്ടേഷൻ ടീമിന് ഈ ബിജുവിനെ കൊല്ലുവാനായി കൊട്ടേഷൻ കൊടുത്തത്. ഇവർ കൊലപാതകം നടത്തിയ ശേഷം ബിജുവിന്റെ തന്നെ കലയന്താനിലുള്ള മാലിന്യക്കുഴിയിൽ മൃതദേഹം ഇട്ട് മൂടുകയായിരുന്നു. പോലീസ് ഇന്ന് രാവിലെ എത്തി ഇവിടെ മാലിന്യക്കുഴി തുറന്നാണ് ബിജുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഇവിടെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഇനി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജോമോന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തർക്കമാണ്, സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഗോഡൌണിലെ മാലിന്യക്കുഴിയിൽ തള്ളുകയായിരുന്നു കൊന്ന ശേഷം ബിസിനസ് പങ്കാളിയെ. PA സാഗറാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്. കൊല്ലം ആയൂരിൽ മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു. ആയൂർ ഇളമാട് സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. പരിക്കേറ്റ അമ്മ സുജാതയെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രഞ്ജിത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. കാലിന്റെ ഉപ്പുറ്റി പഴുത്ത് പിന്നെ മാംസം കട്ട് ചെയ്ത് ചികിത്സയിലായിരുന്നു. ഷുഗർ കൂടുതലുണ്ടായിരുന്നു. മാനസികമായി 2 പേരും ഒരു വല്ലാത്ത സ്ഥിതിയിൽ കഴിഞ്ഞു കൂടുമായിരുന്നു. ഈ മരിച്ച രഞ്ജിത്തിന്റെ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഗുളിക കഴിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം തോർത്തിട്ട് മുറുക്കി എന്നെ കൊലപ്പെടുത്താൻ അവർ മോൻ്റെ കൂടെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. തോർത്തിട്ട് മുറുക്കി ഇവർ ബോധം കെട്ട് വീണപ്പോൾ അവൻ വിചാരിച്ച് കാണും എന്ന് സംശയിക്കുകയാണ്. അമ്മ മരിച്ചുപോയി. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ റൂമിൽ കയറി തൂങ്ങി മരിക്കുന്നത്.
മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ പ്രതികൾക്ക് തടവ് ശിക്ഷയും പിഴയും വിധിച്ച് കോടതി. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് 13 വർഷം 9 മാസവും ശിക്ഷ അനുഭവിക്കണം. രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 8 വർഷവും 9 മാസവുമാണ് ശിക്ഷ. ആറാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും കോടതി ശിക്ഷ വിധിച്ചു. 3 പേരും ചേർന്ന് 3,50,000 രൂപ പിഴയും അടയ്ക്കണം. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ ഇല്ലാത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലമില്ലാത്ത ശാസ്ത്രീയ തെളിവുകൾ മാത്രം മുൻനിർത്തിയായിരുന്നു ഷാബാസ് ഷെരീഫ് വധക്കേസിൽ പോലീസിന്റെ കുറ്റപത്രം. ഇത് അംഗീകരിച്ചാണ് പ്രതികൾക്ക് തടവ് ശിക്ഷയും പിഴയും വിധിച്ചുള്ള കോടതി ഉത്തരവ്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതുപ്രകാരം 13 വർഷവും 9 മാസവുമാണ് ഷൈബിൻ അഷ്റഫ് ശിക്ഷ അനുഭവിക്കേണ്ടത്. ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ശിക്ഷയായി രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും തടവാണ് വിധിച്ചത്. ആറാം പ്രതി നിഷാദിനെതിരെ ഗൂഢാലോചന, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. നിഷാദ് 5 വർഷവും 9 മാസവും ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. ഈ ശിക്ഷാവിധി വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം. ഓരോന്നും വ്യത്യസ്തമായിട്ട് അനുഭവിക്കണം. ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ. അപ്പോൾ മൊത്തം 13 വർഷവും 9 മാസവുമാണ് ഒന്നാം പ്രതിക്ക് ഈ കേസിൽ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം മൊത്തം 8 കൊല്ലവും 9 മാസവും. ഇതും ഓരോന്നും ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ, എല്ലാ ശിക്ഷാവിധികളും സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കേണ്ടതുണ്ട്. വിശദമായ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം അപ്പീൽ പോകുന്നതിനെക്കുറിച്ചും പ്രോസിക്യൂഷൻ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കുത്തിക്കൊന്ന സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി ഷിബിലയുടെ കുടുംബം. മകൾ നൽകിയ പരാതിയിൽ യാസറിനെതിരെ സമയോചിതമായി നടപടിയെടുത്തിരുന്നുവെങ്കിൽ ദാരുണ സംഭവം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഷിബിലയുടെ കുടുംബം പറഞ്ഞു. വിമർശനത്തിന് പിന്നാലെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. യാസിറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിനെതിരെ ഷിബിലയുടെ കുടുംബം ആഞ്ഞടിച്ചത്. യാസിറിന്റെ ക്രൂരമർദ്ദനങ്ങളും ലഹരി ഉപയോഗവും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഷിബില നൽകിയ പരാതിയിൽ പോലീസ് നടപടിയെടുത്തെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്ന് ഷിബിലയുടെ പിതാവ് പറഞ്ഞു. കഴിഞ്ഞ 28-ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 4 ദിവസത്തിന് ശേഷം പോലീസ് ഒത്തുതീർപ്പിന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. പിന്നീട് ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിവരറിയിച്ച് യാതൊരു റിസൾട്ടും ഇല്ല. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിന് അന്ന് മോളെ പെട്ട് ജീവനോടുണ്ടാവുമായിരുന്നു. കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തുകയും ഷിബിലയുടെ പരാതി കൈകാര്യം ചെയ്ത ഗ്രേഡ് SI നൌഷാദിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ള പരാതികൾ വിശദമായി പരിശോധിക്കും. പ്രതി യാസറിന്റെ കുടുംബത്തിനെതിരെയും ഷിബിലയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചു. യാസിറും ഷിബിലയും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് യാസിറിന്റെ മാതാപിതാക്കൾ തയ്യാറായില്ല. യാസിറിന്റെ കുടുംബത്തിനും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. ഇതിന്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. അവർ ഇതിന് തക്കതായ ഒരു നടപടിയോടുകൂടി ഇതിനെ എടുത്തിനെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞാൻ അവന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഉമ്മനെയും വാപ്പനെയും കൂട്ടി ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇവിടം വെച്ച് പറഞ്ഞു തീർക്കാൻ. ഓര് വന്നില്ല. പള്ളി കമ്മിറ്റി വിളിച്ചിട്ടും വന്നില്ല, ഞാനും ഇവിടേക്ക് വിളിച്ചിട്ടും വന്നില്ല. അവരോട് ഒന്ന് സഹകരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഓലാണ് ഇതിന് മെതിന് ഉത്തരവാദി. കൃത്യം നടന്ന ദിവസം 2 കത്തിയുമായാണ് യാസിർ വീട്ടിൽ വന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ യാസിർ കൊല്ലുമെന്ന ഭയമുണ്ടെന്നും മാതാപിതാക്കൾ പറഞ്ഞു. യാസിറിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നതായും തുടർന്നാണ് മകളെ കൂട്ടി വീട്ടിൽ വന്നതെന്നും പിതാവ് പറഞ്ഞു. ഇവനെ ഒരു കാലത്തും ഓന് ഞങ്ങളെയും കൊല്ലും. ഓനി പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ ഇതിലും വലിയ തോന്നി ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നോട് ഓന് അത്രക്ക് ദേഷ്യമുണ്ട്. എന്താ കാരണം എനിക്കറിയൂല. അവന്റെ ജീവൻ അവിടെ തന്നെ നഷ്ടപ്പെടണം. ഷിബില വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച യാസിറിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. തൃശൂർ പെരുമ്പിലാവ് കൊലപാതകത്തിൽ മുഖ്യപ്രതി ലിഷോയ് പിടിയിലായി. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഇയാൾ ഇന്ന് രാവിലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. കൊല്ലപ്പെട്ട അക്ഷയും പ്രതികളും ലഹരി മാഫിയ സംഘാംഗങ്ങളാണ്.
കഴിഞ്ഞ രാത്രിയാണ് മരത്തംകോട് സ്വദേശി അക്ഷയ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 4 പേർ അറസ്റ്റിലായി. ലിഷോയ്, ബാദുഷ, നിഖിൽ, ആകാശ് എന്നിവരാണ് പ്രതികൾ. കൊലപാതകത്തിന് ശേഷം സമീപത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന മുഖ്യപ്രതി ലിഷോയ് രാവിലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികളും കൊല്ലപ്പെട്ട അക്ഷയും ലഹരി സംഘത്തിലെ അംഗങ്ങളായിരുന്നു. ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ലിഷോയും സംഘവും ചിത്രീകരിച്ച റീൽസിനെ തുടർന്നുള്ള തർക്കവും സംശയവുമാണ് കൊലപാതകത്തിന് കാരണം. ദേഹമാസകലം വെട്ടേറ്റ അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അക്രമത്തിനിടെ പരിക്കേറ്റ ബാദുഷ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട അക്ഷയും പ്രതികളും നിരവധി കേസുകളിൽ പ്രതികളാണ്. ന്യൂസ് 18 തൃശൂർ. എറണാകുളം പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ പ്രതി ധനേഷിനെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പീഡന വിവരം മറച്ചുവെച്ചതിനും പെൺകുട്ടികളെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചതിനും കുട്ടികളുടെ അമ്മയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അയച്ചു. കുറുപ്പുംപടി പീഡനത്തിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 10-12 വയസ്സുള്ള പെൺകുട്ടികൾക്ക് അമ്മയും ധനേഷും ചേർന്ന് നിർബന്ധിച്ച് മദ്യം നൽകിയിരുന്നുവെന്നാണ് കുട്ടികളുടെ മൊഴി. പ്രതി ധനേഷ് വീട്ടിലെത്തുമ്പോഴെല്ലാം മദ്യം കുടിപ്പിച്ചിരുന്നതായും പെൺകുട്ടികൾ മൊഴി നൽകി. സഹപാഠിക്ക് നൽകിയ കുറിപ്പ് കണ്ട അധ്യാപികയോടാണ് പെൺകുട്ടി എല്ലാം വെളിപ്പെടുത്തിയത്. മദ്യം നൽകിയിരുന്നെന്ന വിവരം അധ്യാപികയുടെ മൊഴിയെടുത്തപ്പോഴാണ് പോലീസിന് ലഭിച്ചത്. തുടർന്ന് കുട്ടികളുടെ രഹസ്യമൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. പീഡന വിവരം മറച്ചുവെച്ചതിന് അമ്മയ്ക്കെതിരെ പോക്സോ ചുമത്തി. ഇതിനു പുറമെ കുട്ടികളെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ അമ്മയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അയച്ചു. ധനേഷിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. പെൺകുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്നാണ് ധനേഷിന്റെ മൊഴി. കുട്ടികളുടെയും സ്കൂൾ അധ്യാപികയുടെ മൊഴികളും അമ്മയുടെ അറസ്റ്റിൽ നിർണായകമായി. പെൺകുട്ടികളുടെ പിതാവ് മരിച്ചതിനു ശേഷമാണ് കുട്ടികളുടെ അമ്മയുമായി പ്രതി ബന്ധമുണ്ടാക്കിയത്. രണ്ടാനച്ഛൻ എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യം മുതലെടുത്താണ് പെൺകുട്ടികളെ പ്രതി ദുരുപയോഗം ചെയ്തത്. പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെയും ദുരുപയോഗം ചെയ്യാനുള്ള പ്രതിയുടെ ശ്രമമാണ് പീഡന വിവരം പുറത്തറിയാൻ കാരണമായത്. പെൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിനെ സഹപാഠികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അട്ടിമറി സാധ്യത ആരോപിക്കുകയാണ് കുടുംബം. കുട്ടികൾക്ക് ഒത്താശ ചെയ്ത് രക്ഷകർത്താക്കൾക്കെതിരെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ല എന്നാണ് പരാതി. നീതി തേടി മുഖ്യമന്ത്രിയെ കാണാനാണ് ഷഹബാസിന്റെ കുടുംബത്തിന്റെ തീരുമാനം. കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും കൃത്യത്തിൽ പങ്കുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അത്തരം ഒരു കണ്ടെത്തലും ഉണ്ടായില്ല. തുടർന്നാണ് ആരോപണം കടുപ്പിച്ച് ഷഹബാസിന്റെ കുടുംബം രംഗത്തെത്തിയത്. പ്രതികളായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമുണ്ട്. അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ടു പോകുകയുള്ളൂ എന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. ഇതിൽ കുട്ടികൾ മാത്രമല്ല യഥാർത്ഥ പ്രതികൾ, അവരെ പിന്നിൽ മുതിർന്ന ആളുകളുണ്ട്. അന്നും ഇന്നും ഞാൻ ഉറച്ചു പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പേരിലോ ഒരു ആക്ഷൻ എടുക്കാനോ ഇത്രയും തെളിവുകളൊക്കെ അവരുടെ പേരിലുണ്ട്. യാതൊരുവിധ ഇതും ഉണ്ടായിട്ടില്ല. ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. മകന് നീതി ലഭിക്കണം. കടുത്ത ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നും ഷഹബാസിന്റെ അമ്മ റംസീന പ്രതികരിച്ചു. ഈ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്റെ കുട്ടിക്ക് നീതി കിട്ടണം. വിദ്യാഭ്യാസ മന്ത്രിയെങ്കിലും ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആരെയും കാണാതിരുന്നതോടെയാണ് അങ്ങോട്ട് അപേക്ഷ നൽകി മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇവിടെ കാര്യങ്ങൾ ഇവിടെ തന്നെ നിർബന്ധപ്രകാരമാണ് നമ്മളിപ്പോൾ ഇത് ചോദിച്ചു വാങ്ങിക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് നീതി കിട്ടണം നമുക്ക്. താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലുണ്ടായ കയ്യേറ്റങ്ങളുടെ തുടർച്ചയായി ഉണ്ടായ സംഘർഷത്തിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് കൊല്ലപ്പെട്ടത്. കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾ റിമാൻഡിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയിലെ എയർ ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് ചൂടാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥന് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തു. എയർ ക്യാമ്പിലെ SI CV സജീവനെതിരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിയത്. എറണാകുളം AR ക്യാമ്പിൽ ചട്ടിയിലിട്ട് ചൂടാക്കുന്നതിനിടെ വെടിയുണ്ടകൾ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ റിപ്പോർട്ട് തേടിയിരുന്നു. AR ക്യാമ്പ് കമാൻഡന്റ് അന്വേഷണം നടത്തി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് SI CV സജീവന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി പരാമർശിക്കുന്നത്. AR ക്യാമ്പിലെ ആയുധങ്ങളുടെ ചുമതലയുള്ള സജീവനെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി തുടങ്ങിയതായി കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ മാർച്ച് 10-ന് എറണാകുളം AR ക്യാമ്പിൽ ചട്ടിയിലിട്ട് ചൂടാക്കുന്നതിനിടെയാണ് വെടിയുണ്ടകൾ പൊട്ടിത്തെറിച്ചത്. ഔദ്യോഗിക ബഹുമതി ചടങ്ങുകൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ബ്ലാങ്ക് അമ്യൂണിഷനാണ് പൊട്ടിത്തെറിച്ചത്.
സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സംസ്കാര ചടങ്ങുകൾക്കായി വെടിയുണ്ടകൾ എടുത്തപ്പോൾ ക്ലാവ് പിടിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ചൂടാക്കിയതെന്നാണ് ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പുണ്ടായി. ചെമ്പ്രശ്ശേരി സ്വദേശി ലുഖ്മാന് വെടിയേറ്റു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച പുളിവെട്ടിക്കാവ് ക്ഷേത്രത്തിൽ ദേശങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കുടുംബക്ഷേത്രത്തിലെ താലപ്പൊലിക്കിടെ ചീട്ടുകളി സംഘങ്ങൾ തമ്മിൽ തർക്കം തുടങ്ങിയത്. ഇത് സംഘർഷമായി മാറി. കോടശ്ശേരിയും ചെമ്പ്രശ്ശേരി ഈസ്റ്റും തമ്മിലായിരുന്നു സംഘർഷം. പെപ്പർ സ്പ്രേയും എയർഗണ്ണും അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇതിനിടെയാണ് വെടിയുതിർത്തത്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുഖ്മാന് കഴുത്തിന് വെടിയേറ്റു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കല്ലേറിലും നിരവധി പേർക്ക് പരിക്കുണ്ട്. 3 സ്വകാര്യ ആശുപത്രികളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി 20ഓളം പേർ ചികിത്സയിലുണ്ട്. ആർക്കും സാരമായി പരിക്കില്ല. സംഭവത്തിൽ പാണ്ടിക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 മലപ്പുറം. ലഹരി കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. MDMA കടത്ത് സംഘത്തിലെ പ്രധാനി പോലീസിന്റെ പിടിയിലായി. കണ്ണൂർ സ്വദേശി അഷ്കറാണ് തിരുവനന്തപുരം നേമം പോലീസിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കേരളത്തിലേക്കുള്ള MDMA കടത്തിന്റെ പ്രധാന കണ്ണിയാണ് പിടിയിലായ അഷ്കർ. തിരുവനന്തപുരം വേട്ടമുക്ക് സ്വദേശി അജിനിൽ നിന്ന് 71 ഗ്രാം MDMA പിടികൂടിയിരുന്നു. ഇയാൾക്ക് ലഹരി വസ്തു കൈമാറിയത് അഷ്കറാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ തുടർ നടപടിയുണ്ടായത്. ബാംഗ്ലൂരിൽ നിന്ന് സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നുവെന്ന് നേരത്തെ രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇതിലെ ബലമായി സംശയിക്കാവുന്ന, അതായത് സസ്പെക്ട് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തി ഇയാൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവരൊക്കെ തന്നെ MDMA പോലുള്ള രാസലഹരി വിൽപ്പന നടത്തുന്നവരാണ്. ഇനിയും കുറച്ചുകൂടെ നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് നമുക്ക് ബലമായ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തും. കണ്ണൂർ സ്വദേശിയായ അഷ്കർ നിരന്തരം ബാംഗ്ലൂരിൽ പോയി വന്നിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നൈജീരിയൻ സ്വദേശികൾ രാസലഹരി നിർമ്മിക്കുന്ന കേന്ദ്രവുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും സംശയിക്കുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലത്ത് മയക്കുമരുന്നുമായി പിടിയിലായ യുവതി പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. ഇന്നലെ നീണ്ടകരയിൽ നിന്ന് ഇവരെ പിടികൂടുമ്പോൾ 50 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചത് 40 ഗ്രാം MDMA കൂടി കണ്ടെടുക്കുകയായിരുന്നു പോലീസ്. കർണാടക രജിസ്ട്രേഷൻ കാറിൽ കൊല്ലത്തേക്ക് മയക്കുമരുന്നുമായി എത്തിയപ്പോഴാണ് പെരിനാട് ഇടവട്ടം സ്വദേശി അനില രവീന്ദ്രൻ പോലീസ് വലയിലാകുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ നഗരത്തിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനെത്തിച്ച മയക്കുമരുന്നുമായി അനില എത്തിയത്. നീണ്ടകര പാലത്തിന് സമീപം വെച്ച പോലീസ് വാഹനത്തിന് കൈകാട്ടി. എന്നാൽ നിർത്താതെ മുന്നോട്ടു പോവുകയായിരുന്നു. പിന്തുടർന്ന പോലീസ് അനിലയെ പിടികൂടി. പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്ന് 50 ഗ്രാം MDMA പിടിച്ചു. പാക്കറ്റുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച 40 ഗ്രാം MDMA കൂടി കണ്ടെടുത്തത്. പ്രതി അനില രവീന്ദ്രൻ മുൻപും മയക്കുമരുന്ന് കേസിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇവരെ ദീർഘനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറയുന്നു. സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് ഭയന്നോടുന്നതിനിടെ യുവാവ് MDMA വിഴുങ്ങിയതായി സ്ഥിരീകരണം. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. താമരശ്ശേരി അരയത്തുംചാൽ സ്വദേശി ഫായിസ് ആണ് MDMA വിഴുങ്ങിയത്. വീട്ടിൽ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ അറിയിച്ചപ്പോഴാണ് പോലീസ് എത്തിയത്. MDMA വിഴുങ്ങിയതായി പോലീസിനെ അറിയിച്ചതിന് പിന്നാലെ ഫായിസിനെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. വടകരയിൽ വൻ ലഹരിവേട്ട. ട്രെയിനിൽ കടത്തുകയായിരുന്ന 8 കിലോയിലേറെ കഞ്ചാവ് പിടിച്ചു. 2 ഇതര സംസ്ഥാനക്കാർ പിടിയിലായി. അജിത് നായിക്, ലക്ഷ്മൺ നായിക് എന്നിവരാണ് പിടിയിലായത്. ചെന്നൈ മംഗളൂരു മെയിലാണ് കഞ്ചാവ് കടത്തിയത്.
ചികിത്സയൊന്നും പറഞ്ഞു. കൊച്ചിയിൽ യുവാവിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കാറും അക്രമി സംഘാംഗങ്ങളും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് കഴിഞ്ഞ ദിവസമാണ് യുവാവിനെ കാർ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിൽ 3 പേർ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളം നോർത്ത് SRM റോഡിലാണ് സംഭവമുണ്ടായത്. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് 4 പേരടങ്ങുന്ന സംഘം യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അർഷിദ് എന്ന യുവാവിനെ കാറിന്റെ ബോണറ്റിൽ 1/2 കിലോമീറ്ററോളം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ആളുകൾ ഒച്ചവെച്ച് കാർ നിർത്തിയപ്പോഴാണ് ഇയാൾക്ക് രക്ഷപ്പെടാനായത്. സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശിയായ അഭിജിത്തിനെയാണ് എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു. ഇടപ്പള്ളിയിൽ നിന്നാണ് കാർ കണ്ടെടുത്തത്. അഭിജിത്തിനൊപ്പമുണ്ടായിരുന്ന അമർനാഥ് എന്നയാളുടെ അമ്മയുടെ പേരിലുള്ളതാണ് കാറ്. അഭിജിത്ത് അടങ്ങുന്ന സംഘത്തിന്റെ ലഹരി ഉപയോഗം നാട്ടുകാർ ചോദ്യം ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമായി പറയപ്പെടുന്നത്. ഒളിവിലുള്ള യുവാക്കളുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി എറണാകുളം നോർത്ത് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. നിരാഹാര സമരത്തിന് പിന്തുണയുമായി കൂട്ടോപവാസം നടത്താൻ ആശാവർക്കർമാരുടെ തീരുമാനം. തിങ്കളാഴ്ച ഉപവാസ സമരത്തിനെത്താൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഇനി വീണ ജോർജ് മെനക്കെടേണ്ട എന്നും നേരിട്ട് കണ്ടോളാം എന്നും സമരസമിതി നേതാവ് ന്യൂസ് 18 പറഞ്ഞു. ഒരാൾക്കും ഈ അധികാരത്തിന്റെ അപ്പത്തക്ക നുണഞ്ഞുകൊണ്ടിരിക്കാമെന്ന് ആരും കരുതണ്ട. ഇതിനൊക്കെ മാറ്റമുണ്ടാകും. ഇന്നത്തെ ഈ നാടിന്റെ അവസ്ഥ എന്താണ്? നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ചത്തെ കൂട്ട ഉപവാസം. തിങ്കളാഴ്ച കൂട്ട ഉപവാസമാണ് 24-ാം തീയതി. ഇത് കഴിഞ്ഞ 3 ദിവസം പിന്നിടുകയാണ് നിരാഹാര സമരം, അനിശ്ചിതകാല സമരം. ആ സമരത്തോട് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാർ ഉപവാസം അനുഷ്ഠിക്കുന്നു. ബഹുഭൂരിപക്ഷം ആളുകൾ ഇവിടെ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്നെത്താൻ പറ്റാത്ത ആളുകൾ അതത് ജില്ലകളിൽ അതവരുടെ സെന്ററുകളിൽ ഉപവാസം ഇരിക്കും. ഒപ്പം തന്നെ നമ്മളെ പിന്തുണച്ചു വരുന്ന നിരവധി ആളുകൾ ഈ കൂട്ട ഉപവാസത്തിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം വിവാദമായിരിക്കെ കേന്ദ്രമന്ത്രിയെ കാണാൻ ഇനി വീണ ജോർജിന് സഹായം വേണ്ട നിലപാടിലാണ് സമരക്കാർ. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ആ വഴി ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ട് ഞങ്ങൾ ആശുപത്രി സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയെ കാണാൻ സമയം തേടിയിട്ടുണ്ടെന്ന് വീണ ജോർജ് ആവർത്തിച്ചു. അല്ല, നമ്മൾ അപേക്ഷ കൊടുത്തല്ലോ. നമ്മൾ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അനുമതി തേടിയിരുന്നു. ഇനി അവിടെ നിന്നുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ആ മറുപടി എന്നാണ് എന്നുള്ളത് നമുക്കൊരു അറിയിപ്പ് ഏതെങ്കിലും തരത്തിൽ ലഭിച്ചാൽ അത് സംബന്ധിച്ചിട്ടുള്ള നമുക്ക് കാണും. അത് കാണണം എന്നുള്ളത് തീരുമാനിച്ചു തന്നെയാണല്ലോ അനുമതി തേടിയത്. അപ്പൊ ആ മറുപടിയോ ഏതെങ്കിലും അറിയിപ്പോ നമുക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും പോയി കാണും. സമരത്തിന് പിന്തുണയുമായി കൂടുതൽ നേതാക്കളും സാധാരണക്കാരും പന്തലിലെത്തുകയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ, ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇന്ന് സ്ത്രീകൾ, നിങ്ങൾക്കൊക്കെ കുടുംബമുണ്ട്, മക്കളുണ്ട്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്രയോ സമരങ്ങൾ വന്നിരിക്കുന്നു. ആ സമരങ്ങൾ പല രാഷ്ട്രീയ താല്പര്യമുള്ള സമരങ്ങളുണ്ട്, ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങൾക്കൊന്നും കിട്ടാത്ത രീതിയിലുള്ള വൻപിച്ച ജനപിന്തുണയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ സമരത്തിന് കിട്ടിയിട്ടുള്ളത്. അതാണൊരു പക്ഷേ സർക്കാരിനെ വിരളി പിടിപ്പിക്കുന്നത്, സർക്കാരിനെ പരിഭ്രാന്തരാക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാ വർക്കർമാർക്കെതിരെ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു. കേന്ദ്രമന്ത്രി വന്നപ്പോൾ പാട്ടുപാടി. കേന്ദ്രത്തോട് ആവശ്യങ്ങൾ പറയാൻ നട്ടെല്ല് വേണം. അവർക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാനൊന്നുമില്ല എന്ന് മന്ത്രി പറഞ്ഞു. ശിശുക്ഷേമ സമിതിയിൽ 5.5 വയസ്സുള്ള കുട്ടി മരിച്ചതിന് പിന്നാലെ കൂടുതൽ കുട്ടികൾക്ക് അസുഖമുണ്ടെന്ന് സൂചന. 2 കുട്ടികളെ കൂടി SITയിലേക്ക് മാറ്റി. വി അരുൺ ചേരുന്നു. അരുൺ, അസുഖമെന്ന് പറയുമ്പോൾ എന്താണ് അറിയേണ്ടത്? ഒരു കുട്ടി ഇന്ന് മരിച്ചത് അതാണ് അറിയേണ്ടത്. ഒരു കുട്ടി ഇന്ന് മരിച്ചത് മുലപ്പാൽ ശ്വാസകോശത്തിൽ കുടുങ്ങി മരണമെന്നാണ് നിലവിൽ ശിശുക്ഷേമ സമിതി ലഭിക്കുന്ന, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ കൂടുതൽ കുട്ടികൾക്ക് ഇവിടെ രോഗമുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. ഇവിടെ ശിശുക്ഷേമ സമിതിയുടെ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആസ്ഥാന
മന്ദിരമാണ് ഇവിടെ. ഇതൊരു പുതിയ കെട്ടിടമാണ്. ഇതിന് ഇവിടെ കുട്ടികളെ പാർപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത് നേരത്തെയുള്ള ഒരു കെട്ടിടം കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. അവിടെയാണ് കുട്ടികളെ പ്രധാനമായും കൊച്ചുകുട്ടികളടക്കം പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളെ അവിടെ താമസിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് ഇതിന് ഏറെ എതിർവശത്തുള്ള ഒരു കെട്ടിടം, ഇത് ബിജു പ്രഭാകർ IASന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. ഇതിന്റെ എതിർവശത്തുള്ള ഈ നമ്മൾ കാണുന്ന ഹോട്ടലിന്റെ മുകളിലുള്ള കെട്ടിടം, അവിടെ ചെറിയ മുറികളിലാക്കി കുട്ടികളെ അവിടെയാണ് ഇപ്പോൾ പാർപ്പിച്ചത്. കൊച്ചുകുട്ടികളെയൊക്കെ അവിടെയാണ് പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ തികച്ചും അനാരോഗ്യകരമായ സാഹചര്യമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരണം വരേണ്ടതുണ്ട്. സംസ്ഥാന ശിശുക്ഷേമ സമിതി വളരെയധികം പാവപ്പെട്ട കുട്ടികളെ നോക്കുന്ന സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് അതിലൊരു സ്ഥിരീകരണം വരേണ്ടത്. പക്ഷേ ഒരു മാസം മുമ്പും ഇവിടെ കുട്ടികൾക്ക് അസുഖം ബാധിച്ചിരുന്നു. നിരവധി കുട്ടികൾക്ക് അസുഖം ബാധിച്ചിരുന്നു. അന്നും ഒരു കുട്ടി ഇതേ കാരണം, അതായത് സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ ഒരു ജീപ്പിൽ, എനിക്ക് തോന്നുന്നു ശിശുക്ഷേമ സമിതിയിലെ കെയർ ടേക്കേഴ്സ് ആണെന്ന് തോന്നുന്നു, അവർ കുട്ടികളെ കൊണ്ടുപോകുന്ന വിഷയമാണ് നേരത്തെ അരുൺ ഫീഡ് ചെയ്തത്. തീർച്ചയായും ആ രണ്ട് കുട്ടികളെ കൂടി അല്പസമയം മുമ്പ്, ഏതാണ്ട് 5 മിനിറ്റ് മുമ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. മുലപ്പാൽ കുടുങ്ങിയാണ് കുട്ടി മരിച്ചതെങ്കിൽ മറ്റു കുട്ടികളുടെ അസുഖം എന്തെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി ശിശുക്ഷേമ സമിതി പറയേണ്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഏതാണ്ട് ഒരു മാസത്തിന് അകത്ത് ഒരു കുട്ടി ഇവിടെ മരിച്ചിരുന്നു. അത് തെക്കാട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിക്കുമ്പോഴാണ് മരിച്ചത്. അന്ന് ആശുപത്രി അദ്ദേഹം നമ്മോട് പറഞ്ഞത് കുട്ടി തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങി മരിച്ചു എന്നാണ്. പക്ഷേ ശിശുക്ഷേമ സമിതി ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ശിശുക്ഷേമ സമിതി പറഞ്ഞത് കുട്ടിക്ക് അസുഖം നേരത്തെ ഉണ്ടായിരുന്ന കുട്ടിയാണ് എന്നാണ് വ്യക്തമാക്കിയത്. അന്ന് തന്നെ ഒന്നിലധികം കുട്ടികൾ, 2 കുട്ടികൾ തെക്കാട് ആശുപത്രിയിലും അതിനപ്പുറത്ത് കൃത്യമായ കണക്ക് അന്ന് SAT ആശുപത്രിയും പറഞ്ഞു. SAT ആശുപത്രിയും ചികിത്സയുണ്ട്, എന്തോ ഇൻഫെക്ഷൻ കുട്ടികൾക്ക് വന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരം. തെക്കാട് ആശുപത്രിയും അങ്ങനെ സൂചന നൽകിയിരുന്നു. പക്ഷേ അത് ശിശുക്ഷേമ സമിതിയോ SATയോ പുറത്തു പറഞ്ഞില്ല, അത് മൂടി വയ്ക്കുകയായിരുന്നു. ഇപ്പോഴും ഈ പണി നടക്കുന്നത് തന്നെ അത്ര വൃത്തിയുള്ള ഒരു സ്ഥലമല്ല. അല്ലെങ്കിൽ ഉള്ളിൽ കൊച്ചുകുട്ടികളെ പാർപ്പിക്കുമ്പോൾ, ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികളെ പാർപ്പിക്കുമ്പോൾ ഒരുക്കേണ്ട സുരക്ഷയോ അല്ലെങ്കിൽ അത്തരം വൃത്തിയോ അവിടെ ഉണ്ടായിരുന്നില്ല, ശുചിത്വമോ ഉണ്ടായിരുന്ന വിവരങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ മഴ പെയ്തപ്പോൾ ഇതിന്റെ ഏതൊരു ഭാഗത്ത് ചോർച്ചയുണ്ടായതായും ചില ആളുകൾ, നമ്മോട് വളരെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിവരം നൽകുന്നുണ്ട്. ഇതിന്റെ ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്ന ഇപ്പോൾ കണ്ണേറ്റുമുക്കിൽ മറ്റൊരു സ്ഥലത്താണ്. ഇവിടെ 2 മുറികൾ ശീതീകരിച്ചതുണ്ട്. പക്ഷെ അവിടെ ഓഫീസ് ജീവനക്കാർക്കാണ്, പക്ഷേ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കാകാം ഈ കെട്ടിടത്തിൽ ശീതീകരിച്ച മുറി. കുട്ടികൾക്ക് അത്തരം സൗകര്യങ്ങളും ഒന്നുമില്ല. അവിടെ ശുചിത്വ പ്രശ്നമുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. കൃത്യമായും അതിന്റെ വിവരങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ആ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരമനുസരിച്ച് അത് തന്നെയാണ്. 2 കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയതും ഈ പഴയ കെട്ടിടത്തിൽ നിന്നാണ്. എന്താണ് ഇതിൽ തൊണ്ടയിൽ ശ്വാസകോശത്തിൽ മുലപ്പാൽ കുടുങ്ങി കുട്ടി മരിച്ചതാണെങ്കിൽ, പാൽ കുടുങ്ങി മരിച്ചതാണെങ്കിൽ സ്വാഭാവികമായും മറ്റു കുട്ടികൾക്കുള്ള പ്രശ്നം എന്ത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തോ കാര്യങ്ങൾ ശിശുക്ഷേമ സമിതിയും അതുപോലെ തന്നെ നേരത്തെ SAT ആശുപത്രിയും ഒക്കെ മറച്ചുവെച്ചു എന്നത് വസ്തുതയാണ്. ഈ ചെയർപേഴ്സൺ എന്തെങ്കിലും ഇത്തരത്തിലൊരു ഒഫീഷ്യൽ പ്രതികരണത്തിന് തയ്യാറാകുന്നുണ്ടോ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളതിൽ? ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. കുട്ടി ഈ പാൽ കുടുങ്ങിയാണ് മരിച്ചതെന്ന കാര്യം പോലും ആ രീതിയിൽ ശിശുക്ഷേമ സമിതി സ്ഥിരീകരിക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് അറിയാൻ കഴിയൂ. ഏതായാലും ഇവിടെ ഈ കുട്ടികളെ കെട്ടിട നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കഴിഞ്ഞ കുറെ നാളുകളായി പരാതിയുണ്ട്. ഈ പൊടിയും മറ്റും സ്വാഭാവികമാണ്, ഇത്തരത്തിലൊരു വലിയ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ പൊടി ഉണ്ടാകും. പക്ഷേ അങ്ങനെ പൊടിയുള്ള സ്ഥലത്ത് കുട്ടികളെ മാറ്റി പാർപ്പിക്കുമ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇത് നേരെ എതിർവശത്തുള്ള ഒരു കെട്ടിടമാണത്, ബിജു പ്രഭാകർ IAS ഉടമസ്ഥയുള്ള കെട്ടിടം. അവിടെയാണ് ഇപ്പോൾ ഈ കുറച്ച് കുട്ടികളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും രഹസ്യാത്മകത പൊതുവിൽ ശിശുക്ഷേമ സമിതി വച്ചു പുലർത്താറുണ്ട്. അതുകൊണ്ട് എത്ര കുട്ടികൾ അവിടെ ഉണ്ടെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഏതായാലും വീണ്ടും കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നത് വസ്തുതയാണ്. അത് SAT ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. എന്താണ് അവരുടെ രോഗവിവരം എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. റൈറ്റ്, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ നൽകുന്ന വിവരം, അരുണിന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൂടുതൽ കുട്ടികളെ മാറ്റുന്നുണ്ട്. അവിടെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നുള്ള അനുമാനത്തിലേക്ക് അരുണിന് വാർത്ത നൽകുന്ന സോഴ്സുകൾ അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്നാണെങ്കിലും ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അടിയന്തര ശ്രദ്ധ അവിടെ വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. 5.5 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞാണ് ഇന്ന് മരിച്ചത്. ഇത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഇനിയും അത് ആവർത്തിച്ചുകൂടാ. VV അരുണാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.
2056 വരെ മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കി ചെന്നൈയിൽ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത നേതാക്കളുടെ യോഗം 4 മുഖ്യമന്ത്രിമാരും ഒരു ഉപമുഖ്യമന്ത്രിയും അടക്കം 14 പാർട്ടി നേതാക്കൾ പങ്കെടുത്ത യോഗം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിരോധത്തിന്റെ തുടക്കം കൂടിയായി മാറി. നാം தொகுதி மறுசீரமைப்புக்கு எதிரானவர்கள் அல்ல, நியாயமான தொகுதி மறுசீரமைப்புக்கு ஆதரவானவர்கள் என்ற உறுதியோடு போராடுவோம். நியாயமான தொகுதி மறுசீரமைப்பு அடையும் வரை நாம் இணைந்து போராடுவோம். Our states which have implemented the national population policy with dedication upholding the broader national interest are already being punished in another way. This punishment is in the form of cutting short our share of taxes that is constitutionally due to us. IPL-ന് 18 മത്സരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിന് അല്പസമയത്തിനകം കൊൽക്കത്തയിൽ തുടക്കമാകും. ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ഇത്തവണ 13 വേദികളിലും ഉദ്ഘാടന ചടങ്ങുകളാണ് BCCI സംഘടിപ്പിക്കുന്നത്. ബോളിവുഡ് താരങ്ങൾ ഷാരൂഖ് ഖാന്റെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. 10 ടീമുകൾ 13 വേദികളിലായി കൊമ്പ് കോർക്കുന്നു. പ്രധാനമായിട്ടുള്ള കാര്യം, ഇന്നത്തെ മത്സരത്തിൽ മഴ ഭീഷണിയുണ്ട്. പക്ഷേ നിലവിൽ ടീം അംഗങ്ങൾ നേരത്തെ തന്നെ സ്റ്റേഡിയത്തിലെത്തി പരിശീലനം നടത്തി. അപ്പോൾ മഴയുടെ സാഹചര്യം നിലവിലില്ല. മത്സരം കുറച്ച് സമയത്ത് നടക്കുമെന്ന് പ്രതീക്ഷ വയ്ക്കുന്നു ക്രിക്കറ്റ് ആരാധകർ. ന്യൂസ് എറ്റ് ലൈവ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ദിൽ നെയ്ത്ത്.